ഇതിലെ നീയാം നേരിൻ പിറകെ തുടരാം ഇന്നീ വഴിയേ അലിയാം തേടും നേരിൽ നിറയെ അറിയാ ദൂരം പോകെ. അപ്പോൾ അങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ബാംഗ്ലൂർ റൂട്ടിലോട്ടാണ്. അപ്പോൾ കോയമ്പത്തൂർ ഭാഗത്ത് നമ്മൾ വണ്ടി എടുത്ത് പോയ കാഴ്ചകളും അനുഭവങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കാണാം. അതുപോലെ എല്ലാ ദിവസവും വീഡിയോ കുറച്ച് നല്ല നല്ല ഷോട്ടുകളൊക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്ത ശേഷം വീഡിയോയുടെ എൻഡിങ്ങിൽ നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുകൂടി നന്നായിട്ട് പരിചയപ്പെടാൻ പറ്റും. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ യാത്രയുടെ രണ്ടാമത്തെ ദിവസം നമ്മൾ കോയമ്പത്തൂർ ഭാഗത്താണ്. കോയമ്പത്തൂരിലോട്ട് ഇനി ഒരു 10 കിലോമീറ്റർ സംതിങ്ങേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് നേരം എടുത്തിട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയിലെ ഒരു അറേഞ്ച്മെന്റ്സ് എല്ലാം സെറ്റ് ആക്കാന്നുള്ളതായിരുന്നു. കാരണം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമുക്ക് ഡ്രോയിൽ സെറ്റ് ചെയ്ത് ബാക്കിയുള്ള എല്ലാം മേളിൽ കയറ്റി ഈ ഏരിയ ഒക്കെ ഫുള്ള് നമ്മൾ ക്ലീൻ ആക്കി. അതായത് എപ്പോഴും നമ്മൾ ഒരു ക്ലീൻ ആയിട്ട് എന്താ പറയുക, നമ്മൾ ഇനി മുതൽ നമ്മുടെ വണ്ടിയുടെ അകത്ത് ചെരുപ്പ് യൂസ് ചെയ്യണില്ല. അതായത് ഈ ഒരു ഉള്ളിൽ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇവിടെ ഇരിക്കാൻ പറ്റണം, അതുപോലെ ക്ലീൻ ആയിട്ട് ഇരിക്കണം എന്നുള്ളൊരു നിർബന്ധമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ചെരുപ്പ് യൂസ് ചെയ്യില്ല. കയറുമ്പോൾ ചെരുപ്പ് അവിടെ സൈഡിൽ വെക്കും, എന്നിട്ട് കാല് തുടച്ച് കയറും. അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ വണ്ടി ഒരു നല്ലൊരു ക്ലീൻ ആയിട്ടിരിക്കണം എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ സെറ്റാക്കി വെച്ചേക്കുന്നത്. എപ്പോഴും ഈ യാത്രയിൽ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് ആഗ്രഹം. എന്താവും കാതറേ, ഇങ്ങനെ തന്നെ സെറ്റാക്കിയല്ലോ നമുക്ക്. അതാണ് I've never known a love so steady. Even gold won't turn your tide. We flow together like an ocean, every low and every high. വല്ലപ്പോഴെനിക്ക് തരുത് പിടിച്ചു മേടിക്കണ്ട്. കാതർ എന്ത് ചെയ്ത ഡ്രൈവിംഗ് സീറ്റ് തരുവില്ല കേട്ടോ. അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആൾക്ക് ഡ്രൈവിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാന്താണ്. അതുപോലെ അത് ഡ്രൈവിങ്ങിന് അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുപോലെ ഡ്രൈവർമാരാണ് കാദറിന്റെ ഹീറോസ്. കാദറിന്റെ ഇപ്പത്തെ നിലവിലൊരു ഹീറോ ആരാടാ? എമിൽ വച്ചാനാണ്. എമിൽ ബ്രോയാണ് കാദറിന്റെ ഹീറോ. അതെ, വണ്ടിഭ്രാന്തൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഡ്രൈവിംഗ് ക്രൈസ് ആണെങ്കിൽ കൂടിയും സുൽത്താനൊക്കെ IMP ട്രിപ്പ് കണ്ടപ്പോഴാണ് നമുക്കൊരു ആഗ്രഹമൊക്കെ മനസ്സിൽ തോന്നിയത്, ഇങ്ങനെയൊക്കെ പോകാനും മറ്റുള്ള. അപ്പൊ അവരൊക്കെയാണ് നമ്മുടെ ഒരു പ്രചോദനം എന്ന് പറയാം. കാദർ എന്താണോ ആഗ്രഹിച്ച് അത്രയും ഇതായിട്ടുള്ള റോളാണ് ഇപ്പൊ കാദറിന് കിട്ടിയേക്കുന്നത്, അല്ലേ? I've never known a brighter sunset, but every day I see it rise. I never thought it could be better until I saw it in your eyes. ഇപ്പൊ തോന്നുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നമുക്ക് ഒന്നും ഒരു എന്താ പറയാ, അവിടെ എത്ര സമയത്ത് ഓടിയെത്താന്ന ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അങ്ങ് പോവാന്, ആ ഒരു ഓളത്തിൽ ഇങ്ങനെ പോവാൻ ആസ്വദിച്ച് ഒരു നോർമൽ സ്പീഡിൽ, ഒരിക്കലും ഓവർ സ്പീഡൊന്നും ആവാതെ നോർമൽ സ്പീഡിൽ ആടി ആടി ഇങ്ങനെ പോവാണ്. ഡ്രൈവ് സേഫ്, അത് തന്നെ ഏറ്റവും വലുത്. അങ്ങനെ ഇങ്ങനെ പോവാണ്. അപ്പൊ നമുക്ക് എവിടെയാണോ എത്തണേ അവിടെ കിടക്കാം. ഇനി എത്തുമ്പോൾ നമുക്ക് ഒരു ഓടിക്കാൻ മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ മുമ്പോട്ട് ഓടിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഞാൻ പറഞ്ഞു, നേരത്തെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഫ്രീഡം, അബ്സല്യൂട്ട് ഫ്രീഡം. അതാണ് നമുക്കിപ്പോൾ ഞങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലുണ്ടായിരുന്ന തിരക്കും ബഹളങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് എല്ലാത്തിൽ നിന്നും ഫ്രീ ആയിട്ട് മൈൻഡൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആക്കിയിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോൾ എന്താ പറയുക, എല്ലാ വർഷവും നമ്മൾ യാത്രകൾ പോകാറുണ്ട്. പക്ഷേ ഈ ഒരു വർഷം മാത്രം നമുക്ക് യാത്ര പോകാൻ പറ്റിയിട്ടില്ല. 2020 നിങ്ങൾക്കറിയാമല്ലോ, സിറ്റുവേഷനൊക്കെ അങ്ങനെ ആയിരുന്നു. അങ്ങനെ കുറേ കാത്തിരുന്ന് അവസാനം കിട്ടിയ അവസരത്തിൽ ഞങ്ങളിങ്ങനെ യാത്ര പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഡ്രൈവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. ഈ ഹൈവേ കൂടിയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഓരോരോ കഥകൾ പറഞ്ഞ് നമുക്ക് പ്രിയപ്പെട്ട പാട്ടുകളൊക്കെ കേട്ടിട്ട് ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഏകദേശം ധർമ്മപുരി എത്താനാണ് പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം ഇന്ന് ചെറുതായിട്ട് കുക്കിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയിലുള്ള ഫസ്റ്റ് കുക്കിംഗ് ഇന്നാണ്. ഇന്ന് രാത്രി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ച് ഇന്ന് കിടന്നുറങ്ങണം.
നമ്മളിപ്പോൾ അങ്ങനെ ഓടി ഓടി ധർമ്മപുരി എത്തി. ധർമ്മപുരിയിൽ ഇവിടെ ഒരു പെട്രോൾ പമ്പിന്റെ സൈഡിലാണ് നമ്മൾ സ്റ്റേ ചെയ്യണത്. പമ്പിലല്ല, അതിന്റെ ഇപ്പുറത്ത് മാറിയിട്ട് ഒരു സ്പേസ് കിട്ടിയപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ നമ്മുടെ വണ്ടിയിലുള്ള ഫസ്റ്റ് കുക്കിംഗ് ആണ്. അപ്പോൾ നമ്മളിവിടെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, വണ്ടി യാത്ര തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പോവാണ്. ഉപ്പ് കുറവാ. അപ്പോൾ നമ്മുടെ ചോറൊക്കെ റെഡിയായി. അതിനുശേഷം നമ്മൾ മുട്ട ചിക്കിക്കൊണ്ടിരിക്കുകയാണ്. 4 മുട്ട ഉണ്ടായിരുന്നു, 4 മുട്ട എടുത്ത് ചിക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ധർമ്മപുരി ഇവിടെ മീൻ ഫേമസ് ആട്ടോ ഇവിടുത്തെ. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് നോക്കി മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കണ മീൻ കിട്ടിയിട്ടുണ്ട്. വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മുട്ട ചിക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് എടുത്തിട്ട് മീൻ എടുത്ത് പൊരിക്കാം. അപ്പോൾ മുട്ട ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുട്ട പൊരിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് മീൻ പൊരിക്കാം. അപ്പോൾ ഇതിനകത്താണ് മീനുള്ളത്. ഇതാണ് അത്. നമ്മൾ എന്താ പറയുക, എല്ലാം നന്നാക്കി മസാലയും തേച്ച മീനാണ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് മീൻ എടുത്തിടാം. മൂന്ന് പീസല്ലേ നിങ്ങൾ? ഇത് ഒരു കട്ട്ല ടൈപ്പ്. കട്ട്ല എന്നല്ലടാ പറഞ്ഞേ? അപ്പോൾ ഈ 3 പീസിന് 30 രൂപയായിട്ടായത്. 30 രൂപ. തൂക്കോ ആണോ? ഇതിങ്ങനെ തൂക്കത്തിന് ആണോ? ഓക്കെ. 1/4 കിലോ എന്തോ തൂക്കമാണ്. അപ്പോൾ 30 രൂപക്ക് 3 പീസ് കിട്ടി. എന്തായാലും ലാഭം തന്നെയല്ലേ. നല്ല സൂപ്പറായിട്ട് നമുക്ക് ചോറ് തിന്നാം. ആഹാ, നമ്മുടെ മീനിങ്ങനെ വെന്ത് സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടാ. എന്താടാ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അത് എന്താ പറയുക, നല്ല അറേഞ്ച്മെൻറ്റ്സിലൊക്കെ മീനൊക്കെ വെച്ചിട്ടുണ്ട്. നോക്കിയേ, ഒരു ഹെവി ഡിന്നർ വണ്ടിയുടെ ഉള്ളിൽ. അത് തന്നെ, അത് വളരെ കുറച്ച് സമയം കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. ഇത് അത്ര വലിയ പണിയുള്ള കേസൊന്നുമല്ല. എന്തായാലും അപ്പോൾ ചോറ് വിളമ്പല്ലേ. അപ്പം നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ അരി സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി അത്യാവശ്യം ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രം മേടിക്കുക. നമ്മളല്ല, മീൻ 30 രൂപ അങ്ങനെയുള്ള ചെറിയ എല്ലാം മേടിക്കുക. മുട്ട മേടിക്കുക. എന്നിട്ട് നമുക്കങ്ങ് സെറ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ രസമാണ്. അത് മാത്രമല്ല, ഏറ്റവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്തിട്ട് ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ചെന്നിട്ട് ഇങ്ങനെ ഇന്ന് കഴിക്കുന്നതൊക്കെ ഒരു രസമുള്ള സംഭവമാണ്. എനിക്കും ഞങ്ങൾ ഇന്ന് രാവിലെയും ഉച്ചയ്ക്കും ഞങ്ങൾ ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്. പക്ഷേ അതിനേക്കാളൊക്കെ എത്രയും ബെറ്റർ ആയിട്ടാണ് നമുക്കിപ്പോൾ ഇവിടെ ഫീൽ ചെയ്യുന്നത്. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ അല്ല കാതറെ, നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് നമ്മൾ നമ്മുടെ ആയിട്ടുള്ള ഫുഡും ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കുകയാണ്. എനിക്ക് കുറച്ച് കുറവ് വേടാ. കേട്ടോ ചോറുണ്ട്. കുറച്ചുകൂടി കൂടുതലിടും അല്ലേ? ഞങ്ങള് നമ്മുടെ അളവ് ഗ്ലാസ്സൊക്കെ നമ്മൾ ഫസ്റ്റ് പരീക്ഷിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഇതില് ഏകദേശം സക്സസ് ആണ്. ഒരു 99% സക്സസ് ആണ്. ഒരു കുറച്ചും കൂടി നമുക്ക് കൂട്ടിയെടുക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. ഉച്ചയ്ക്കോ രാത്രി ചോറ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം. കഴിക്കാല്ലേ? ബെസ്റ്റ് ഡിന്നർ എവർ അല്ലേ? അത്രേ ഉള്ളൂ. നമ്മള് ഉണ്ടാക്കിയതില് വളരെ സന്തോഷത്തോടെ ഇരുന്ന് കഴിക്കുകയാണ്. അതേടാ, അത്രേ ഉള്ളൂ. ഇതിന് വല്ലാത്തൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കിടക്കണം എങ്ങനെയെന്ന് കുറച്ച് പേര് ചോദിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് കാണിക്കാം ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എന്തായാലും ഞങ്ങൾ കഴിച്ചിട്ട് ബാക്കി കാണാം. അപ്പോൾ നമ്മുടെ ഫുഡും പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കിടക്കാൻ പോവാണ്. അപ്പോൾ 1-2 പേര് ചോദിച്ചായിരുന്നു നിങ്ങൾ എങ്ങനെയാണ് കിടക്കണേന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ 2 സൈഡ് സീറ്റിലുണ്ടായിരുന്ന പീസുകളുണ്ടല്ലോ, അതെല്ലാം നമ്മൾ നേരെ ആക്കിയിട്ട് നമുക്ക് അങ്ങനെ ഫുൾ ബെഡ് ആക്കാൻ പറ്റുന്ന സെറ്റപ്പാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടാണ് കിടക്കുന്നത്. നമുക്ക് ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം വിരിച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്. അപ്പോൾ ഇതിൽ സുഖമായിട്ട് നമുക്ക്, ഞങ്ങൾ 3 പേരേ ഉള്ളൂ, സുഖമായിട്ട് കിടക്കാം. നമുക്ക് നല്ല നീണ്ടു കിടന്ന് വിശാലമായിട്ട് കിടക്കാം. ഇനി നമ്മൾ 3-ൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ നമുക്ക് തിരിഞ്ഞ് കിടക്കാം ഇങ്ങനെ. അപ്പോൾ അതിൽ കൂടുതൽ കിടക്കാൻ പറ്റും. ഇതിപ്പോൾ എന്തായാലും നമുക്ക് പക്കാ കംഫർട്ടാണ്. ഇതിനുള്ളിൽ കയറിയിട്ട് ലൈറ്റൊക്കെ എടുത്തിങ്ങനെ സുഖമായിട്ട് കിടന്ന് തുടങ്ങാം. ഇവിടെ എക്സോസ്റ്റ് വെച്ചിട്ടുണ്ട്. എക്സോസ്റ്റ്
നല്ലൊരു കൂളിംഗ് ആട്ടോ ഇത് കിട്ടുന്നത്. ഇത് വെച്ചിട്ട് ഒരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പ് അകത്തോട്ട് കയറും, അത് ഒരു സീനാണ്. എന്തായാലും ഇത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും ഇവിടെ. അപ്പോൾ നമ്മൾ ബെഡൊക്കെ ഇട്ടിട്ട് കിടക്കാൻ പോവാണ് നമ്മുടെ വണ്ടിയിലെ 2ാമത്തെ ദിവസം. അപ്പൊ ഇന്നെന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. അതെ അതെ, ഫസ്റ്റ് വീഡിയോ ആയിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ കമന്റ് ചെയ്തിട്ടുണ്ട്, ഭയങ്കര സന്തോഷം. അപ്പോൾ എന്താ പറയാ, നല്ലൊരു പ്രചോദനമാണ് ഇത്തരം കമന്റ്സ്. പിന്നെ കാതർ ഇപ്പൊ മുഖത്ത് പൗഡറൊക്കെ ഇട്ട് വന്നേക്കുന്നുണ്ട് അല്ല. അപ്പൊ എന്താ പറയാ, ഇപ്പൊ ഇന്നിപ്പോ നമ്മള് ധർമ്മപുരി അല്ലേ, ധർമ്മപുരിയിലാണ് ഉള്ളത്. അപ്പൊ നാളെ നേരം വെളുത്തിട്ട് നമുക്ക് നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിക്കുന്നത്. ജസ്റ്റ് നമ്മള് ഇറങ്ങാൻ നേരം ഒരു ജസ്റ്റ് ഒരു ചായ എന്തെങ്കിലും കുടിച്ചിട്ട് ഇറങ്ങാം. അതിനുശേഷം ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വിശക്കുമ്പോ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. അങ്ങനെ ഒരു പ്ലാനാണ്. ആ ഒരു റുട്ടീനിലോട്ട് നമുക്ക് എത്തണം. അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോ രാവിലെ എണീറ്റിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാൻ നിന്നാല് ഒരുപാട് ലേറ്റ് ആവൂലേ. 12 മണി സത്യമായിട്ട് അത് പറഞ്ഞ കാര്യമാണ്. രാവിലെ നമ്മള് ഫുഡൊക്കെ ഉണ്ടാക്കി അപ്പൊ ആ ഒരു ടൈം നിൽക്കാതെ എണീറ്റ ഉടനെ ഒരു ചായ കുടിച്ചിട്ട് യാത്ര തുടങ്ങിയിട്ട് പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്കൊരു വിശപ്പ് വരുമല്ലോ. ആ വിശപ്പ് വരുമ്പോ ഒന്നും കൂടി ആ വിശപ്പിനെ പിടിച്ചു നിർത്തിയിട്ട് 10-11 മണി ആവുമ്പോഴത്തേക്കും അപ്പൊ ടേസ്റ്റ് കൂടും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഉച്ചക്കത്തേക്കുള്ള എല്ലാം കൂടി ഒരുമിച്ച് ആക്കിയിട്ട് നമുക്ക് കഴിക്കാം. എന്നിട്ട് നമുക്ക് പോവാ. വൈകുന്നേരം ഒരു ചായ, പിന്നെ ആർക്കട വക ഒരു കടി. ആർക്ക് എന്തൊക്കെ ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞില്ല. ഞാൻ വേറൊന്നും ഉണ്ടാക്കില്ല, കടി ഉണ്ടാക്കുന്നത് എണ്ണ പൊരിക്കുന്ന കാര്യമുള്ളൂ. അതെ. അപ്പൊ ഇനിയിപ്പോ എന്താ പരിപാടി? അപ്പൊ നമ്മളിനിയിപ്പോ നാളെ നമ്മുടെ പറയുകയാണെങ്കിൽ ഹൈദരാബാദ്, പക്ഷെ നമുക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല. നമ്മളങ്ങ് പോവുന്നെ. ഇവിടുന്ന് അങ്ങ് പോയിട്ട് നമുക്ക് പിന്നെ ബാക്കി സിറ്റുവേഷൻ പോലെ ഇനിയിപ്പോ നമുക്ക് പോണ സമയത്ത് എവിടെയെങ്കിലും നമുക്ക് ഇൻട്രസ്റ്റ് തോന്നിക്കഴിഞ്ഞാൽ അവിടെ കിടക്കാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ക്ഷീണം തോന്നിക്കഴിഞ്ഞാൽ അവിടെ വണ്ടി നിർത്താം, അവിടെ നിന്ന് നമുക്ക് സ്റ്റേ ചെയ്യാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് ഉഷാറാണെന്നുണ്ടെങ്കിൽ നേരെ പോവാം കുറച്ച്, അത്രേ ഉള്ളൂ. അതാണ്. പിന്നെ വേറെന്താണ്, നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. അപ്പം നമ്മൾ ഹൈദരാബാദ് അവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് നാഗ്പൂർ, അങ്ങനെ ഡൽഹി ചെന്നിട്ട് നമ്മുടെ സോബിൻചേട്ടൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ പോർട്ടബിൾ ടോയ്ലറ്റ് എടുക്കണം. മണാലി ചെന്നിട്ട് നമ്മള് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് ചെയ്യാൻ പോണത്. ബാബുക്ക് ഉണ്ടാവും അവിടെ. അതായത് നമ്മള് ഇതിന്റെ മേളിൽ ഒരു 10 കിലോ കപ്പ കയറ്റിയിട്ടുണ്ട്. കപ്പ നമ്മുടെ പക്ക നാടൻ കപ്പ, HMD കോളനി കപ്പ. അതാണ് ആ കപ്പ കയറ്റിയിട്ടുണ്ട്. അതായത് മണാലിയുള്ള ബാബുക്കാക്ക് അവിടെ കപ്പ കിട്ടൂല്ലോ, അപ്പൊ കപ്പ കൊണ്ടുവരാൻ പറഞ്ഞു. ആള് നല്ല കിടിലൻ കുക്കാണ്. അതുപോലെ ഒരു പച്ച ഏത്തക്കൊല കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മള് നമുക്ക് ഒരു കൺഫേം വേണോ വേണ്ടെന്നുള്ള ഇതിൽ നമുക്ക് അവസാനം എടുക്കാൻ പറ്റിയില്ല. ഇവിടെ നമ്മൾ നോക്കാണ്, ഇവിടെ ഒരു പച്ചക്കൊല കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുപോകണം. എന്നിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് മണാലിയുള്ള സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കും. ബാബുക്കാടെ വീടിനെ പറ്റി നിങ്ങൾ കുറെ കേട്ടിട്ടുണ്ടാവും അല്ലേ ബാബുക്ക? പക്ഷെ വീട്ടിലുള്ള ബാബുക്കാടെ കാര്യങ്ങളും ആക്ടിവിറ്റീസ് ഒന്നും ആർക്കും അറിയില്ല അല്ലേ? അപ്പൊ നമ്മള് കയറി ചെന്ന് ബാബുക്കാടെ അടുത്ത് നിന്നിട്ട് ബാബുക്കാടെ കൂടെ നമുക്ക് ട്രാവൽ ചെയ്യണം. ബാബുക്ക നല്ല കുക്കാണ്. അതുപോലെ വിന്ററിൽ നമുക്ക് ഇങ്ങനെ സർവൈവ് ചെയ്യാം. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഇപ്പൊ ആർക്കെ കഴിഞ്ഞ വർഷമല്ലേ? കഴിഞ്ഞ 9 വർഷം ബാബുക്കാട് കൂടെ ഒരു ട്രക്കിംഗ് ഒക്കെ പോയായിരുന്നു. സത്യം പറഞ്ഞാൽ കേട്ടിട്ട് കൊതിയായി പോയി. അതുപോലെ ഇവര് പോയിട്ട് എവിടെയൊക്കെയോ ഗുഹയുടെ ഉള്ളിലൊക്കെ താമസിച്ച് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു. അപ്പൊ നമുക്ക് ഇപ്രാവശ്യം പോകുമ്പോ നമുക്ക് നോക്കാം അല്ലെ, എവിടെയെങ്കിലൊക്കെ ഒന്ന് പോണം. അതായത് മണാലി ചെന്നിട്ട്, അതായത് നമ്മള് ആർക്ക് തരും. അതെ. അപ്പൊ എന്താ പറയാ, അപ്പം നമ്മള് ഹിമാചലിൽ ചെന്നിട്ട് ഹിമാചലിന്റെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള കുറെ ഏരിയ ഉണ്ട്. അത് നമുക്ക് ബാബുക്കാക്ക് അറിയാവുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ പോകണം. പിന്നെ ബാബുക്കാടെ ഒരു ആളില്ല, എന്താ പുള്ളിയുടെ പേര്? ചന്ദ്രുഭായി. പറ്റുകയാണെങ്കിൽ ചന്ദ്രുഭായിയുടെ വീട്ടിലേക്ക് ഒന്ന് പോകണം. ചന്ദ്രുഭായി ഹലാനിലല്ലേ? ഹലാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചന്ദ്രുഭായിയുടെ വീട്. പറ്റുമെങ്കിൽ നമുക്ക് അവിടേക്ക് ഒന്ന് പോകണം. അവിടെ ഭൂതം ദിവാന്റെ വീട്ടിൽ പോകണം. അല്ല, ദിവാന്റെ വീട്. ദിവാനിപ്പോ അന്ന് ഞാൻ പോയ സമയത്ത് 2 വർഷം മുമ്പ് പോയത്. അപ്പൊ നമ്മുടെ ഹാഫിയുടെ പ്രായമുള്ള കൊച്ചുണ്ട് ദിവാന്, പെങ്കൊച്ചി. നമുക്ക് എന്തെങ്കിലും ഒരു ഉടുപ്പൊക്കെ മേടിച്ചിട്ട് പോകാതെ. അപ്പൊ ദിവാന്റെ വീട്ടിലൊക്കെ ഒന്ന് പോകണം, ബഞ്ചാർ വാലിയിൽ. അങ്ങനെ കുറച്ച് ഇതാണുള്ളത്. നമ്മൾ അവിടെ ചെന്നിട്ട് നമുക്ക് തീരുമാനിക്കാൻ ബാക്കി എന്താണെന്നുള്ളത് അല്ലെ. നമുക്ക് ബാബുക്കട അവിടെ കിട്ടാത്ത സാധനങ്ങളാണ് ഇതൊക്കെ. കപ്പ, അതുപോലെ ഏത്തക്കൊല, പിന്നെ എന്തായിരുന്നു പുട്ടുപൊടി മേടിച്ചാ ഇതൊക്കെ ആർക്കേനെ ഏൽപ്പിച്ച കാര്യങ്ങളാട്ടാ. അജ്മീടെ വണ്ടി അല്ല, നമുക്ക് ബാബുക്ക പുട്ടുപൊടി മേടിക്കാൻ പറഞ്ഞു, മേടിച്ചിട്ടില്ല. ഇവിടെ നിന്നാണ് കിട്ടുമെന്ന് നോക്കാം നമുക്ക്. അപ്പൊ അതൊക്കെ വാങ്ങി നമ്മള് നേരെ
രസമായിരിക്കും അവിടെ ചെന്നിട്ട് നമുക്ക് 10 കപ്പ തല വെച്ച് കയറ്റിക്കൊള്ളോട്ടാ. ഒരു വലിയൊരു മലയാണ്, ആ മലയുടെ പേരിലെ വാവക്കാട് വീട്. അപ്പൊ നമ്മളവിടെ ചെല്ലുന്നു, നമ്മളവിടെ കപ്പയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ മല കയറുന്നു, വാവക്കാട് വീട്ടിൽ തിന്നുന്നു. അവിടെ കപ്പയും സുലൈമാനയും കുടിച്ചിട്ട് നമുക്ക് അവിടെ ഇരിക്കാം. അവിടെ മോർണിംഗ് ഒരു രക്ഷയില്ല. മോർണിംഗ് ആ വീട്ടിൽ നിന്നുണ്ടെങ്കിൽ താഴെ ബിയാസ് റിവർ ഒഴുകുന്ന കാഴ്ച നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. നമ്മള് വീഡിയോ ചെയ്യുമ്പോ അത്യാവശ്യം നല്ല ഫ്രെയിംസ് മാത്രം എടുത്തിട്ട് ഒരു ട്രാവൽ ഫീലിന് പറ്റുന്ന രീതിയിലുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യണത്. ആ വീഡിയോ ചെയ്തിട്ട് അതിന്റെ എൻഡിങ്ങിൽ നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ എന്തായാലും കമന്റ്സ് ഒക്കെ ഒരുപാട് നല്ല കമന്റ്സ് വന്നിട്ടുണ്ട്, ഒരുപാട് സജഷൻസ്, നല്ല നല്ല കമന്റ്സ്, ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ ഇന്നിപ്പോ നമ്മള് അത്രയും ഹാപ്പിയാണ്. അപ്പൊ ഇനി നമ്മൾ ഇന്നിപ്പോ ഈ ഒരു വീഡിയോ ചെയ്തപ്പോ തന്നെ ഒരു കറക്റ്റായിട്ട് ടൈമൊന്നും കിട്ടിയിട്ടില്ല എഡിറ്റ് ചെയ്യാനൊന്നും. അപ്പോൾ ആ ഉള്ള സമയത്തിരുന്ന് ചെയ്തതാണ്. ഇനി അങ്ങോട്ടുള്ള വീഡിയോ നമുക്ക് ഇതിലും ബെറ്റർ ആക്കാൻ വേണ്ടി ശ്രമിക്കും. കാരണം അതുപോലുള്ള ഒരു സപ്പോർട്ടാണ് നിങ്ങൾ തന്നത്. അതിന് സത്യം പറഞ്ഞാൽ അത് ഉറപ്പായിട്ടും അത് നമ്മൾ ഓരോ ഇതിലും നമ്മൾ കയറ്റി ലെവൽ കയറ്റി വെക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും മാക്സിമം. അപ്പൊ എല്ലാവരുടെ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി ഉറങ്ങാല്ലേ? ഇനി ഇരുന്നിട്ടുണ്ടെങ്കിൽ രാവിലെ പോടാ, ഞാൻ രാവിലെ എണീക്കും. പണിയുണ്ട് രാവിലെ. ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്യണം, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറെ പേര് മ്യൂസിക്കിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞായിരുന്നു. കഴിഞ്ഞ ഒരു മാസത്തെ പരിപാടിയാണ്. അതായത് നമ്മൾ പോകുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന സംഭവങ്ങളും നമ്മൾ അതിൻ്റെതായിട്ട് പക്ക ലൈബ്രറി ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് എന്താണത് അല്ല ഞാൻ പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ്, നമ്മൾ അങ്ങനെ ഒരു പക്ക ഒരു ലൈബ്രറി ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങ് ഒരു ഓരോ മൂടിന് പറ്റുന്ന ഇപ്പൊ നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് സാധനങ്ങളൊക്കെ കഴിഞ്ഞൊരു മാസം ഇരുന്നിട്ട് കളക്ട് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ വീഡിയോ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ ഒരു 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പാട്ട് റിലീസ് ചെയ്യാല്ലേ? നമ്മുടെ പാട്ട് നിങ്ങൾ അത് സത്യം പറഞ്ഞാൽ അതിനു വേണ്ടിയാണ് ഞാനും ഇങ്ങനെ ഉദ്ദേശിച്ച പോലത്തെ ഫ്രെയിംസ് കിട്ടിയിട്ടില്ല. അത് എപ്പോഴും കിട്ടുന്നോ ആ സമയം നമ്മുടെ പാട്ട് റിലീസ് ചെയ്യും. അത് ആ ഒരു ഫീലില് ട്രാവലിന്റെ പക്ക ഫീലിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സാധനം. നിങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ട സുബിന്റെ പാട്ട്, അത് ശരിക്കും പറഞ്ഞാൽ സുബിന്റെ കാര്യം പറയുകയാണെങ്കിലും സുബിനെ നമ്മൾ ശരിക്കും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആർട്ടിസ്റ്റ് ആട്ടോ. വെച്ചിട്ടുണ്ടെങ്കിലും നല്ലൊരു ആർട്ടിസ്റ്റാണ്. അവന് അത്രയും ഡെഡിക്കേറ്റഡ് ആണ്, അവന് കഴിവുണ്ട്. അവനെ ഇപ്പൊ മ്യൂസിക് പരമായിട്ട് എന്താ പറയാ അതിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒരു അവസരം കൊടുക്കുക അവന്. എന്തായാലും ഒരു സമയം നമുക്ക് പറയാം, നമ്മളൊക്കെ സുബിന്റെ ഫ്രണ്ട്സ് ആയിരുന്നു അല്ലെ? ഉറപ്പായിട്ടും അവൻ കയറും ഉറപ്പായിട്ടും. കാരണം അതുപോലെ കഴിവുള്ള. അപ്പൊ എന്തായാലും ഇനി നമുക്കപ്പോ കിടക്കാല്ലേ? കിടക്കാം. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ബോറടിപ്പിക്കണില്ല. അപ്പൊ അടുത്ത ദിവസങ്ങളും പറയാനുള്ളതല്ലേ? അതെ തീർന്നു പോകരുത്. അപ്പൊ നമ്മള് പുതിയ അനുഭവങ്ങൾ എല്ലാ ദിവസവും. അതെ നമ്മളെ വളരെ ചുരുക്കണെന്ന് ഞാൻ വാക്കുകൾ. നമസ്കാരം. ആർക്കേണ്ടല്ല, ആർക്കിങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ആള് ഫുള്ള് തഗ്ഗാണ്ടാ. ആള് ക്യാമറയുടെ തഗ്ഗിന്റെ ആശാൻ. ആർക്കയുടെ വേറെ ക്യാമറ സെറ്റ് ചെയ്താല ആർക്കയുടെ തഗ്. നിങ്ങൾ ഒരു കാര്യം, ആർക്കയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്ന് ആർക്കെ പനവൂർ അതിനകത്ത് കയറി ഒരു പോസ്റ്റുകൾ എടുത്ത് നോക്കുക. അയ്യോ, അപ്പൊ എന്താ പറയാ, അപ്പൊ നമുക്ക് കിടക്കാല്ലേ? കിടക്കാം. അപ്പൊ എന്തായാലും അതെ, അപ്പൊ നാളെ നാളത്തെ അനുഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഓക്കെ ഗൈസ്, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.